അഹമ്മദാബാദിൽ നടന്ന 2025 വാർഷിക പൊതുയോഗത്തിൽ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി തങ്ങളുടെ കമ്പനിയുടെ മികച്ച പ്രകടനത്തെക്കുറിച്ചും ഭാവിയിലെ വലിയ പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു. ഇന്ത്യൻ സൈന്യത്തെ ആദരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത്. രാജ്യത്തെ ദുരന്തങ്ങളിൽ ദുഃഖം രേഖപ്പെടുത്താനും അദ്ദേഹം മറന്നിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ഇന്ത്യൻ സൈനികർ കാണിച്ച ധൈര്യം ഗൗതം അദാനി അഭിനന്ദിക്കുകയും ചെയ്തു. സമാധാനം എന്നത് വെറുതെ കിട്ടുന്ന ഒന്നല്ല എന്നും അത് ഒരുപാട് ത്യാഗങ്ങളിലൂടെ നേടുന്നതാണ് എന്ന തത്വം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സമാധാനത്തിന്റെ വില ഇന്ത്യക്ക് നന്നായി അറിയാമെന്നും എന്നാൽ വെല്ലുവിളികൾ വരുമ്പോൾ ശക്തമായി എങ്ങനെ പ്രതികരിക്കണമെന്നും നമുക്കറിയാം എന്നാണ് അദാനി പറഞ്ഞത്. എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ സമർപ്പിക്കാനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു. ഇന്ന് ലോകത്തിലെ 60-ലധികം രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പും സംഘർഷങ്ങളും കാരണം ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യ ഒരു വലിയ വളർച്ചയുടെ മാതൃകയായി മാറിയെന്ന് ഗൗതം അദാനി ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ ദീർഘവീക്ഷണമുള്ള നയങ്ങളാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദാനി ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഗ്രൂപ്പിനെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്തു. അദാനി ഗ്രൂപ്പ് എല്ലായ്പ്പോഴും ആഗോള നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെല്ലുവിളികൾക്കിടയിലും 2025 സാമ്പത്തിക വർഷത്തിൽ അദാനി ഗ്രൂപ്പ് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കി. കമ്പനിയുടെ വരുമാനം 2,71,664 കോടി രൂപയായി ഉയർന്നു. EBITDA എന്ന 86,806 കോടി രൂപയിലും എത്തിയിട്ടുണ്ട്. കടവും ലാഭവും തമ്മിലുള്ള അനുപാതം 2.6x എന്ന ആരോഗ്യകരമായ നിലയിലാണ്. തങ്ങളുടെ ബിസിനസ്സുകൾ വെറുതെ വളരുന്നതല്ല, അവ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും മാറ്റങ്ങൾക്ക് പ്രചോദനം നൽകുന്നവയുമാണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദാനി പവർ വൈദ്യുതി ഉൽപാദനത്തിൽ 100 ബില്യൺ യൂണിറ്റ് കടന്നിരിക്കുകയാണ്. 2030ഓടെ 31 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യം. അദാനി ഗ്രീൻ 2030ഓടെ 50 ജിഗാവാട്ട് പുനരുപയോഗം ഊർജവും ലക്ഷ്യമിട്ട് ഗാഡ്ഗിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജം പാക്കേജും നിർമ്മിക്കുന്നു. 2030ഓടെ കമ്പനിയുടെ മൊത്തം വൈദ്യുത ഉൽപാദനം 100 ജിഗാവാട്ട് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദാനി എനർജി സൊല്യൂഷൻ ട്രാൻസ്മിഷൻ ഓർഡറുകളിൽ 44,000 കോടി രൂപയുടെ കരാറുകൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ സ്മാർട്ട് മീറ്റിംഗ് പദ്ധതികളിൽ 13,600 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. അദാനി ന്യൂ ഇൻഡസ്ട്രീസ് 2026 സാമ്പത്തിക വർഷത്തോടെ 10 ജിഗാവാട്ട് സോളാർ മൊഡ്യൂള് നിർമ്മാണ സൗകര്യവും ഒരുക്കും. അദാനി പോർട്സ് റെക്കോർഡ് 450 മില്യൺ ടൺ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഗതിശക്തി മിഷനുമായി ചേർന്ന് വലിയൊരു ഗതാഗത സൗകര്യം വികസിപ്പിച്ച് എടുക്കുന്നുമുണ്ട്. നാച്ചുറൽ റിസോഴ്സസ് 47 ദശലക്ഷം ടൺ കൽക്കരിയും ഇരുമ്പായിരം ഉൽപ്പാദിപ്പിച്ച് റെക്കോർഡിലാണ്. 2026 സാമ്പത്തിക വർഷത്തോടെ 30% വളർച്ചയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അദാനി സിമെന്റ് അതുപോലെ തന്നെ ഇതിനകം 100 MTPA ഉൽപാദന ശേഷിയും മറികടന്നു കഴിഞ്ഞു. ഇത് അവരുടെ ഇരട്ടിപ്പിക്കൽ ലക്ഷ്യത്തിന്റെ 72% അദാനി എയർപോർട്ടുകൾ 94 ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ തുറക്കുന്ന നവി മുംബൈ വിമാനത്താവളത്തിൽ പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അദാനി ഡിഫൻസ് ഓപ്പറേഷൻ സിന്ദൂരിന് ഡ്രോണുകളും ആന്റി ഡ്രോൺ സംവിധാനങ്ങളും നൽകി തന്ത്രപ്രധാനമായ സഹായവും നൽകിയിരുന്നു. അദാനി ഡാറ്റാ സെന്ററുകൾ വലിയ തോതിലുള്ള പുനരുപയോഗ ഊർജ ക്യാമ്പുകളുമായി ഇന്ത്യയിലുടനീളം വളർന്നു വരികയാണ്. അദാനി ടോട്ടൽ ഗ്യാസ് നിലവിൽ 1 ദശലക്ഷം ഉപഭോക്താക്കൾക്ക് സേവനം നൽകുകയും 22 സംസ്ഥാനങ്ങളിലായി 3,400 EV ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ധാരാവി പുനർവികസന പദ്ധതി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയെ ഒരു മാതൃകാ ടൗൺ ആക്കി മാറ്റുന്ന വലിയൊരു പദ്ധതിയാണ്. ഇത് 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് പ്രയോജനം ചെയ്യുകയും ചെയ്യും. ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് പ്രതിവർഷം 15 അല്ലെങ്കിൽ 20 ബില്യൺ ഡോളർ മൂല്യം ചെലവഴിക്കുമെന്നും അദാനി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപങ്ങൾ മാത്രമല്ല, ഇന്ത്യയിലെ ഭാവി അടിസ്ഥാന സൗകര്യങ്ങളിലും സാധ്യതകളിലുമുള്ള വലിയൊരു നിക്ഷേപമായും അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും രാഷ്ട്ര നിർമ്മാണത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്താൻ അദാനി ഗ്രൂപ്പ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്. അഹമ്മദാബാദിലെയും മുംബൈയിലെയും 1000 കടകളുള്ള അദാനി ഹെൽത്ത് കെയർ ലോകോത്തര ആരോഗ്യ സംരക്ഷണം മിതമായ നിരക്കിൽ നൽകുന്നതായി മയോ ക്ലിനിക്കൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്.
ഉദ്രയിലെ 2000 കോടി രൂപയുടെ സ്കിൽ യൂണിവേഴ്സിറ്റി ITEES സിംഗപ്പൂരുമായും IGCCയുമായി സഹകരിച്ച് ആഗോള നിലവാരമുള്ള പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട്. മഹാകുംഭമേളയ്ക്കിടെ 5000-ലധികം അദാനി ജീവനക്കാർ മഹാപ്രസാദ് സേവനങ്ങൾക്കായി സന്നദ്ധ സേവനം നൽകിയിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ പാരമ്പര്യം എന്നത് അവരുടെ കെട്ടിടങ്ങളുടെയും പദ്ധതികളുടെയും വലുപ്പത്തിലല്ല, മറിച്ച് അവരുടെ വിശ്വാസങ്ങളുടെയും വ്യാപ്തികളുടെയും രാജ്യത്തെ സേവിക്കാനുള്ള ബോധ്യത്തിലുമാണെന്നാണ് ഗൗതം അദാനി പറഞ്ഞത്. ഇത് രാജ്യത്തിന്റെ ഭാവി നയരേഖകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സംരക്ഷണങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യപ്പെടുത്തുന്ന അപകട സാധ്യതകളിലാണ് അത് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം വ്യക്തമാക്കി.